പി മുസ്തഫ, ക്ഷേത്ര ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുകയും പാർലമെന്റിന്റെ ഉദ്ഘാടനം സന്യാസിമാർ നിർവഹിക്കുകയും ചെയ്ത വിചിത്രമായ ഒരു കോമ്പിനേഷനിലേക്ക് രാജ്യം മാറിയിരിക്കുകയാണ്. ഒരു മതേതര രാജ്യത്തിരുന്ന് എങ്ങനെയാണ് ഈ കാഴ്ചകളെ കാണുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ഘടനയെ മാറ്റിയെടുക്കുക എന്നുള്ളത് BJPയുടെ RSSന്റെ അജണ്ടയാണ്. 2025 അവരുടെ ഒരു ടാർഗറ്റ് ഇയർ കൂടിയാണ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഇന്നത്തെ ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അവരുടെ നടപടികളിലോ മാത്രമായിട്ട് ഇതിനെയൊന്നും ചുരുക്കി കാണേണ്ടതില്ല. കേവലമായി 2024 ഏപ്രിലിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ബാങ്ക് മാത്രമല്ല ലക്ഷ്യം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിലൂടെ BJP ലക്ഷ്യമിടുന്നത് 2025ആണ്. RSSന്റെ രൂപീകരണത്തിൻ്റെ ശതാബ്ദി വർഷമാണ് 2025. അങ്ങനെ 2025 ഇന്ത്യയുടെ സകല മേഖലയിലും ആധിപത്യം ഉറപ്പിച്ച് ഇന്ത്യയുടെ ഇന്നത്തെ ജനാധിപത്യ മതനിരപേക്ഷ സോവറീൻ ഘടനയെ മാറ്റി ഒരു മതരാഷ്ട്രമാക്കി മാറ്റി തീർക്കുക. ഈ സങ്കുചിതമായിട്ടുള്ള RSSന്റെ ഐഡിയോളജിക്കനുസരിച്ച് രാജ്യത്തെ മാറ്റി തീർക്കാനുള്ള ശ്രമമാണ്. അതിന് രാമനെങ്കിൽ രാമൻ, ആരെയൊക്കെ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതെല്ലാം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ മതവിശ്വാസികൾ, നേരത്തെ ശ്രീ ജയേന്ദ്രനൊക്കെ സൂചിപ്പിച്ചതുപോലെ, RSSന്റെ അജണ്ടയോടൊപ്പം ഇല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ കരുത്തതാണ്. കാരണം RSS ഈ കാണിക്കുന്നതെല്ലാം ഗിമ്മിക്കുകളാണ്, വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള അടവുകൾ മാത്രമാണ്. അവർക്ക് യഥാർത്ഥ മതവിശ്വാസത്തോടോ ആ വിശ്വാസം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ ഒരു താല്പര്യവുമില്ല എന്ന് വ്യക്തമായിരിക്കുകയാണല്ലോ. ഇന്നിപ്പോൾ പണി പൂർത്തിയാകാത്തൊരു ക്ഷേത്രം, അത് എല്ലാ ആചാര മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണല്ലോ, അവിടെ പ്രതിഷ്ഠ നടത്തുന്നതിൻ്റെ പ്രശ്നമാണല്ലോ. ഇന്നിപ്പോൾ രാജ്യത്ത് നിലവിലുള്ള പ്രധാനപ്പെട്ട ഹിന്ദുമത ആചാര്യന്മാരെന്ന് പറയാവുന്ന 4 ശങ്കരാചാര്യന്മാരും ഒരുപോലെ വിമർശന വിധേയമാക്കിയിട്ടുള്ളത്. BJP എന്താ ചെയ്യുന്നത്? നിങ്ങൾ നോക്കും, ഞങ്ങളുടെ നാട്ടിൽ കാസർഗോട്ട്, ഞാനൊക്കെ ജീവിക്കുന്ന നാട്ടിൽ ഈ ആളുകളുടെ ഇനീഷ്യൽ 3 അക്ഷരമാണ്. ഇപ്പോൾ എൻ്റെ ഇനീഷ്യൽ തന്നെ VPP ആണ്, AGC, MTP, KVP, ഇങ്ങനെയൊക്കെ 3 ഇനീഷ്യലാണ്. അതുപോലെ രാമൻ 3 ഇനീഷ്യലുള്ള രാമനായിട്ട് മാറി, BJP രാമനായിട്ട് മാറി. ഇതിനകം തന്നെ രാജ്യത്തെ മതനിരപേക്ഷവാദികൾ എല്ലാം വ്യക്തമാക്കിയതുപോലെ ഹിന്ദുമത വിശ്വാസികൾ മാത്രമല്ല മറ്റു മതസ്ഥരായ ആളുകൾ ഉൾപ്പെടെ ആദരിച്ചു പോരുന്ന ശ്രീരാമസങ്കല്പമല്ല, സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ ശ്രീരാമസങ്കല്പമല്ല. ഇവിടെ BJP മുന്നോട്ട് വെക്കുന്നത് BJP രാമനാണ്. ആ BJP രാമനെ വെച്ചിട്ടാണ് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും യഥാർത്ഥ മതവിശ്വാസികൾ ഇത് തിരിച്ചറിയും. പക്ഷെ അപകടം എന്ന് പറയുന്നത് 2024 വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അത് ഇവിടെ നിൽക്കുന്നതല്ല, ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചില നിയമനിർമ്മാണങ്ങളിലോ മാത്രം ഒതുങ്ങുന്നതല്ല. അത് രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റി തീർക്കുന്ന ഒന്നായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കാൻ അനുവദിക്കില്ല എന്ന കൃത്യവും വ്യക്തവുമായ നിലപാട് ഈ പശ്ചാത്തലത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ എല്ലാ മതനിരപേക്ഷവാദികളും കൈക്കൊള്ളേണ്ടതുണ്ട്. ശ്രീ VPP മുസ്തഫ, നോക്കൂ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ മതരാഷ്ട്രമാകുന്നതിന്റെ അപകടകരമായ സാധ്യതകളെ നേരിട്ട് കാണുന്നതുകൊണ്ട് അതിന്റെ ഗൗരവം നമുക്ക് അല്പം കൂടി ബോധ്യപ്പെടുന്നുണ്ട് എന്നതാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അത് ഇവിടെ നിന്ന് തുടങ്ങുന്നതല്ല. ഇപ്പോൾ 1986 അന്ന് ഫൈസാബാദ് കോടതി ഈ ബാബരി മസ്ജിദ് ഹിന്ദു ആരാധനയ്ക്കായി, ഹൈന്ദവ ആരാധനയ്ക്കായി തുറന്നു കൊടുക്കാൻ ഒരു ഉത്തരവിടുന്നു. അങ്ങനെ ഒരു ഉത്തരവ് വന്ന 1 മണിക്കൂറിനകം ആ ഗേറ്റ് തുറക്കപ്പെടുമ്പോൾ അവിടെ ദൂരദർശൻ, അന്ന് ഈ സംരക്ഷണം ഇത് നടത്തുന്ന ദൂരദർശനാണ്, ദൂരദർശൻ അവിടെ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ആ ദൃശ്യങ്ങൾ രാജ്യം കാണുകയാണ്, അവിടെ ഹൈന്ദവ ആചാരങ്ങൾക്കായി ഈ ഗേറ്റ് തുറക്കപ്പെടുന്നത്. അന്ന് എന്താണ് സംഭവിക്കുന്നത്? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന തിവാരിക്ക് പകരം രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന ബഹദൂർ സിംഗ് ആ സ്ഥാനത്തേക്ക് വരുന്നു. പിന്നീട് നടത്തിയ ഒരു ചർച്ചയിൽ ബഹദൂർ സിംഗ് മഹല്ല് കമ്മിറ്റികളുമായി ആദ്യം ആവശ്യപ്പെടുന്നത് ഈ തർക്കഭൂമി സർക്കാരിന് വിട്ടു നൽകണം എന്നുള്ളതാണ് എന്നതൊക്കെ പിന്നീട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. നോക്കൂ, ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച ഒരു സമീപനമുണ്ട്. ഒരേ സമയം രാമജന്മഭൂമിയുടെ വിഷയത്തിൽ തീവ്ര ഹിന്ദു വിഭാഗത്തിനൊപ്പം നിൽക്കുകയും ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഷബാനു കേസിൽ മറികടക്കാൻ അതിലൂടെ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി മറ്റൊരു നിയമനിർമ്മാണം പാർലമെന്റിൽ പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ താങ്കൾ ഇപ്പോൾ പറയുന്ന ഈ അപകടകരമായ രാഷ്ട്രീയം അന്ന് തുടങ്ങുന്നുണ്ട്. ആ കാലത്ത്, ആ സാഹചര്യത്തിൽ ഏത് ഘട്ടത്തിൽ രാജ്യത്തിന് അത് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു? അല്ല, തീർച്ചയായിട്ടും. കാരണം അത് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ്.
ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭീഷണി എന്ന് പറയുന്നത് RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന BJP ആണ്. ഫാഷിസത്തിൻ്റെ സ്വഭാവമാണതിൽ. RSSനെ പോലെയുള്ള ഒരു തീവ്ര വർഗീയ സംഘടന അധികാരാരോഹണം നടത്തുക എന്ന് പറഞ്ഞാൽ ഫാഷിസത്തിലേക്കുള്ള നടന്നുകയറ്റമാണ്. അപ്പോൾ ഫാഷിസം നമ്മുടെ വാതിലിൽ വന്ന് മുട്ടി വിളിക്കുകയാണ്. അങ്ങനെ ഒരു ഫാഷിസ്റ്റ് സ്വഭാവത്തിലുള്ള കക്ഷി എന്നുള്ള നിലയിൽ RSSും BJPയും അത് ഉയർത്തുന്ന ഈ തീവ്ര ഹിന്ദുത്വവാദവുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആസന്നമല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഭീഷണി. ആസന്നം എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്നതാണ്. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭീഷണിയാണ്. പക്ഷെ ഈ സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രം എത്തിപ്പെട്ടത്? അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസിന് കൈകഴുകാൻ പറ്റില്ല. കോൺഗ്രസ് തന്നെയാണ് അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം. അത് എവിടെ തുടങ്ങി? അത് സ്വാതന്ത്ര്യ ലബ്ധിയുടെ വർഷങ്ങളിൽ തുടങ്ങി. ആ സന്ദർഭത്തിൽ, ആ സാഹചര്യത്തിൽ തുടങ്ങി. നമുക്കറിയാലോ, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധി എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ള ദുരാഷ്ട്ര വിഭജനമായിരുന്നു. അന്ന് വരെ നൂറ്റാണ്ടുകാലങ്ങൾ ഒന്നിച്ചു നിന്ന ജനത, സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഒരുമിച്ച് നിന്ന് പൊരുതിയ ജനത, ആ ജനതയെ മതാടിസ്ഥാനത്തിൽ വിഭജിച്ച് പാകിസ്ഥാൻ അപ്പുറത്തേക്ക് പോയി. അതിലുള്ള കോൺഗ്രസ് എടുത്ത സമീപനത്തിൽ തുടങ്ങുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ അഭിശപ്തമായ നിമിഷങ്ങൾ. 48 ഡിസംബറിലാണ് ബാബരി മസ്ജിദിനകത്ത് ആദ്യമായിട്ട് ഡിസംബർ 23-ാം തീയതി 48 ഡിസംബർ 23-ാം തീയതിയാണ് ഒരു രാമവിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് അവിടെ ഭരിച്ചിരുന്ന UPയിലെ ഗോവിന്ദ വല്ലഭ പന്തിന്റെ കോൺഗ്രസ് ഗവൺമെന്റ് കൈക്കൊണ്ട അങ്ങേയറ്റത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഇന്നിപ്പോ നമ്മൾ BJPയെ ആക്ഷേപിക്കുന്നത് വോട്ട് ബാങ്കിന്റെ പേരിലാണല്ലോ. അന്നും കോൺഗ്രസ് എടുത്തത് അതാ. കാരണം എന്താ? അന്ന് ഫൈസാബാദ് ജില്ലയിൽ അവിടെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ ജയിച്ചു വന്നിരുന്ന സ്ഥലത്ത് അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായി. ആ സന്ദർഭത്തിലാണ് ഈ അയോധ്യ ബാബരി മസ്ജിദിൽ ഈ രാംലല്ല വിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നത്. സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ഗോവിന്ദ വല്ലഭ പന്തിന് നിർദ്ദേശം കൊടുത്തു, അത് അപകടമാണ്, നിങ്ങൾ ആ വിഗ്രഹം എടുത്ത് സരയൂ നദിയിലേക്ക് എറിയണം. പക്ഷേ ഗോവിന്ദ വല്ലഭ പന്ത് ആടിക്കളിച്ചു. അന്നത്തെ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി, അന്നത്തെ UPയിലെ കോൺഗ്രസ് നേതൃത്വം അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചു. അതിന് പറ്റിയ ഒരു ജില്ലാ മജിസ്ട്രേറ്റ്, ജില്ലാ കലക്ടറെയും അവർക്ക് കിട്ടി. ദൗർഭാഗ്യവശാൽ അദ്ദേഹം ജന്മം കൊണ്ട് മലയാളിയായിരുന്നു, ആലപ്പുഴക്കാരനായ KK നായർ. അദ്ദേഹം പക്ഷെ കല്യാണം കഴിച്ചത് ആ UPയിൽ നിന്നായിരുന്നു. UPക്കാരിയായിട്ടുള്ള ഒരു വനിതയായിരുന്നു അദ്ദേഹം കല്യാണം കഴിച്ചത്. അവര് നേരത്തെ തന്നെ ജനസംഘം താല്പര്യമുള്ളയാളാണ്. ഭാര്യയുടെ ജനസംഘം താല്പര്യം ഭർത്താവിനെയും ആവേശിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഈ അന്നത്തെ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടി വന്നപ്പോഴല്ലേ ആ മസ്ജിദ് അടച്ചിടുന്ന അവസ്ഥ വന്നത്. അവിടെ ഈ ബാബരി മസ്ജിദ് നകത്ത് ഈ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ട് അടച്ചിട്ടപ്പോൾ തൊട്ടടുത്ത വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിനുള്ള ആവശ്യവുമായിട്ട് പള്ളി കമ്മിറ്റിയുടെ ആളുകൾ, മതപുരോഹിതർ KK നായരെ അദ്ദേഹത്തെ ജില്ലാ കളക്ടർ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ വെള്ളിയാഴ്ച നിങ്ങൾ മറ്റെവിടെയെങ്കിലും നിസ്കരിക്കൂ, അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് ഞാൻ പ്രശ്നം പരിഹരിച്ചു തരാം. പക്ഷെ അദ്ദേഹം പ്രശ്നം പരിഹരിക്കുകയല്ലേ ചെയ്തത്. അദ്ദേഹം ആ പള്ളിയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് ആക്കി തീർക്കുന്ന നടപടികളിലേക്ക് എടുത്തു. അത് 86-ലെത്തിയപ്പോൾ രാജീവ് ഗാന്ധിയുടെ കാലത്ത് നേരത്തെ പറഞ്ഞ ഫൈസാബാദ് ഒരു സാധാരണ കോടതിയുടെ വിധിയല്ലേ, അതിന് മേലെ അപ്പീൽ പോകാൻ വേണ്ടി കഴിയുമായിരുന്നല്ലോ. അങ്ങനെ അപ്പീലിന് പോകാനുള്ള സാധ്യതകൾ തേടാതെ രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് ഗവൺമെന്റ്, അന്നത്തെ UPയിലെ നേരത്തെ പറഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റ്, ഇവര് രണ്ടുപേരും കൂടി ഒത്തുകളിച്ച് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ഷാബാനു കേസ് വിധിയെ തുടർന്ന് വന്നിട്ടുള്ള സാഹചര്യം, അതിനുവേണ്ടി ഈ മുസ്ലിം വനിതാ സംരക്ഷണ നിയമം കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തെ മറികടക്കാൻ ഈ പ്രശ്നത്തെ ഉപയോഗപ്പെടുത്തി. അത് അവിടെ നിന്നില്ലല്ലോ. 89-ൽ അവിടെ ശിലാന്യാസം നടത്താൻ അനുവാദം കൊടുത്തു. ഇതെല്ലാം ചെയ്തത് കോൺഗ്രസിന്റെ കാലത്താ. അങ്ങനെ വന്നപ്പോഴാണ് 80കളുടെ തുടക്കത്തിൽ കേവലം 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP 89-ലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 88 സീറ്റിലേക്ക് ജയിച്ചു കയറുന്ന അവസ്ഥയുണ്ടായത്. അത് നമ്മൾ കാണേണ്ട വസ്തുതയാണ്. എങ്ങനെയാണ് കേവലം 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന 82-ൽ നിന്ന് 89-ലേക്ക് എത്തിയപ്പോൾ 88 സീറ്റിൽ അല്ലെങ്കിൽ 100 സീറ്റിനടുത്തേക്ക് BJP ജയിച്ചു കയറുന്ന അവസ്ഥ. അത് 80കളുടെ പകുതിയിൽ 86-ലും 89-ലും രാജീവ് ഗാന്ധിയും അന്നത്തെ UPയിലെ കോൺഗ്രസ് ഗവൺമെന്റും സ്വീകരിച്ച ഈ നിലപാടിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് അവർ പിന്നീട് അദ്വാനിയുടെ നേതൃത്വത്തിൽ 90-91-ൽ ഇത് കത്തിക്കാൻ പറ്റുന്ന വിഷയമാണെന്ന് അവർക്ക് മനസ്സിലായി. രാമജന്മഭൂമി പ്രശ്നം
ആളിക്കത്തിക്കാൻ പറ്റുന്ന വിഷയമാണെന്ന് 86-ലെ പള്ളി തുറന്നു കിട്ടിയപ്പോഴും 89-ലെ ശിലാന്യാസത്തിനുള്ള അവസരവും മുതലെടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ 90-കൾക്ക് ശേഷം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ട് മാറാൻ BJPക്ക് ആ UP-യിലെ തന്നെ അധികാരം അവിടെ കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് BJPക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ഈ BJPയുടെ വളർച്ചയിൽ രാമജന്മഭൂമി വിഷയം ഇത്തരത്തിൽ ഏറ്റവും മോശമായ നമ്മുടെ മതനിരപേക്ഷതയുടെ താഴികക്കുടത്തിനുമേൽ ആഘാതമേൽപ്പിക്കുന്ന ഒന്നാക്കി മാറ്റി തീർത്തതിൽ ഇവർക്ക് ഉള്ള പങ്ക് അത് നമ്മുടെ മുമ്പിൽ പകൽ പോലെ നഗ്നമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ്, അന്ന് 80-കളിൽ ഈ ദൂരദർശൻ ഉപയോഗിച്ച് രാമായണം സീരിയൽ ഉണ്ടാക്കുന്നത്. അന്ന് വരെ ദൂരദർശനിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിന്റെ വേദഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സീരിയലുകളോ മറ്റു കാര്യങ്ങളോ പ്രക്ഷേപണം ചെയ്തിരുന്നില്ല. ഇതെല്ലാം ഭൗതികമായ ഒരു അന്തരീക്ഷം RSSന് വളരാൻ പാകത്തിൽ, ഈ രാമജന്മഭൂമി വിഷയത്തെ ഉപയോഗപ്പെടുത്താൻ പാകത്തിൽ കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ചെയ്തു കൊടുത്തത്. ആ വേരുകളിൽ നിന്ന് വളവും വെള്ളവും വലിച്ചിട്ടാണ് BJPയും RSSും ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റി തീർക്കുന്ന വിധത്തിലേക്കുള്ള ഈ വളർച്ച നേടിയത് എന്ന് കാണേണ്ടതാണ്.